അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെർഫോമറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അന്ന തന്നെ പറഞ്ഞു ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് കുട്ടികൾ അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്നു എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മുന്നേറി ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്ന് നമ്മുടെ പെർഫോമറായിട്ട് വരുന്നത്. ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ഒരു സ്റ്റേജിലാണ് ആ മോള് നിൽക്കുന്നത്. എന്നാലും ഒരുപാട് കച്ചേരികളൊക്കെ നടത്തി കർണാടക സംഗീതത്തിൽ തൻ്റെതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ പെർഫോമൻസ് നമുക്ക് കാണാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം. ഹായ് പൂജ. ഹായ്. അമ്മയുടെ പേര് പറയൂ. സുജാത. എവിടുന്നാ നിങ്ങൾ വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ പൂജയ്ക്ക് പാട്ടിനോടുള്ള ഭയങ്കര സ്നേഹവും അതുപോലെ പാട്ടാണ് പൂജയുടെ ഒരു ലോകം അല്ലേ? അതെ. ആ ലോകത്ത് എങ്ങനെയൊക്കെയാണ് പൂജയുടെ ഒരു ആക്ടിവിറ്റീസ്? പൂജ ക്ലാസിക്കലില് MA അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ MA മ്യൂസിക് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യും. അത് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കും. പൂജ എങ്ങനെയുണ്ടായിരുന്നു ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ പാട്ട് പഠിത്തം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായിരുന്നോ? ഇഷ്ടായിരുന്നു. അടിപൊളി. ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. പിന്നെ അതായത് ഇതിനിടയിൽ ഒരു ഞാനിങ്ങനെ കേട്ടു 75 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഗീത കച്ചേരി നമ്മുടെ പൂജ നടത്തി എന്നുള്ളത് അല്ലേ? എങ്ങനെയായിരുന്നു പൂജ അതിലേക്ക് പ്രിപ്പയർ ആയത്? PHSC പഠനത്തിന് ശേഷം പൂജ സംഗീതത്തിലുള്ള താല്പര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ CMI സഭയുടെ ഫാദർ പോൾ പൂവത്തിക്കലുമായിട്ട് കാണാനിടയായി. അച്ഛൻ ആണ് പൂജയ്ക്ക് ഡിഗ്രി പഠനത്തിലുള്ള BA മ്യൂസിക്കിനുള്ള ഒരവസരം തന്നത്. അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു കോഴ്സ്. അതിനോടനുബന്ധിച്ചിട്ട് കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു സംഗീത കുട്ടി കച്ചേരി നടത്താൻ പ്രാപ്തയായി. അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞ ഓരോ കുട്ടികളും അത് ചെയ്യണം. അപ്പോൾ പൂജയ്ക്കും അത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പൂജയെ സംബന്ധിച്ചിടത്തോളം ഓട്ടിസമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരിക്കാനും ഇത്രയും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളത് പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ അല്ല, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഫാദറും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ ദേശമംഗലം നാരായണ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഓർക്കസ്ട്ര ഇത് പക്കവാദിയൊക്കെ വെച്ചിട്ട് 5 പ്രാക്ടീസ് നടത്തിയതിന് ശേഷം ഫസ്റ്റ് സംഗീത കച്ചേരി 2018 ഓഗസ്റ്റ് 11 കോളേജിൽ തന്നെ ചെയ്തു. അതിനുശേഷം ഒരു 11 കച്ചേരികൾ ചെയ്തു. നല്ല മിടുക്കിയായിട്ട് ഈ കച്ചേരികളെല്ലാം ചെയ്തു. പൂജ എന്ന് പേരുള്ളവർ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി സ്വാസികയുടെ ശരിക്കുള്ള പേര് പൂജ എന്നാണ്. സ്വാസിക തമിഴിൽ നിന്ന് എടുത്തോണ്ട് വന്ന പേരാണ്. ഞങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അത് അറിയാം. അതുകൊണ്ട് ഈ പൂജ എന്ന് പേരുള്ളവര് ഭയങ്കര വലിയ ഗംഭീരം അവരെന്തും ബിക്കോസ് ഓഫ് ഹർ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പൂജയ്ക്ക് ഈ പേര് ഇഷ്ടമാണോ? പൂജ എന്നുള്ള പേര് ഇഷ്ടമാണോ? പേരിഷ്ടാണ്. അത് ശരി. എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവോ അതെയോ പ്രാക്ടീസ് ഒക്കെ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, രണ്ടുപേരും ഉണ്ടാവും. അമ്മയും അച്ഛനും ഉണ്ടാവും കൂടെ. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലെ? ഒരു ക്ലാസിക്കൽ സോങ് തന്നെ ആയിക്കോട്ടെ. എന്തെങ്കിലും ഒരു കീർത്തനം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി. പൂജ റെഡിയാ? റെഡിയല്ലേ പൂജ? പാട്ട് പാടിയാലോ? സപാപതിക്ക് വേറു ദൈവം സമാനമാ കുമാ തില്ലൈ. സപാപതിക്ക് വേറു ദൈവം സമാനമാ കുമാ തില്ലൈ. സപാപതിക്ക് വേറു ദൈവം സമാനമാ കുമാ തില്ലൈ. സപാപതിക്ക് വേറു ദൈവം സമാനമാക്കുമാ തില്ലൈ. സപാപതിക്ക് വേറു ദൈവം സമാനമാക്കുമാ.
അടിപൊളിയായിരുന്നു കേട്ടോ പൂജ. സൂപ്പർ സൂപ്പർ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഇനി നമുക്ക് പൂജയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അമ്മയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത് പൂജയുടെ അച്ഛൻ. അച്ഛന്റെ പേര് പറയൂ. രമേശൻ എന്നാണ്. രമേശ്. എന്ത് ചെയ്യണു? അപ്പോളോ ടേസിലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് പോന്നു. അതെ, കാരണം ഇപ്പോൾ കൂടുതൽ സമയം പൂജയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ ഒരു ആവശ്യമായി ഇപ്പോഴല്ല, അത് കോവിഡ് തുടങ്ങിയ സമയത്ത് അതൊരു അത്യാവശ്യമായി മാറി. ഈ അതായത് പൂജയുടെ പാട്ട് നിങ്ങളിങ്ങനെ പോളിഷ് ചെയ്ത് ഇത്രത്തോളം എത്തിച്ചു. ഇനി വേറെ എന്തെങ്കിലും കഴിവ് മോൾക്കുണ്ട്, അല്ലെങ്കിൽ അതും കൂടി ഒന്ന് പോളിഷ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ള കഴിവുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അത്ര വലിയ വിജയമായിരുന്നില്ല. മനസ്സിലായി. തന്നെയല്ല, ഇനി ഒരെണ്ണം കണ്ടെത്തിയാൽ തന്നെ ഇതിൻ്റെ ഒപ്പം അതുകൂടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ സംഗീതത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് സംഗീതത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണ്. അതിൽ നല്ല മിടുക്കിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അയാളുടെ പൊട്ടൻഷ്യൽ എത്രയാണോ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. ഇത് കൂടെ വന്നിരിക്കുന്ന ആരാണ്? എന്റെ സുഹൃത്താണ്, കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞോളൂ. ബൈജുനാഥ്. ഞാൻ അപ്പോളോട്ടേഴ്സിലായിരുന്നു. അടുത്ത സുഹൃത്താണ്. ഇവരുടെ മിനിറ്റ് ബൈ മിനിറ്റ് നമ്മൾ ഇവര് ചെയ്യുന്ന എഫേർട്ടൊക്കെ നമുക്കറിയാം. നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. സോ ലിച്ചി, എന്താണ് ലിച്ചിക്ക് ഇനി പൂജയുടെ അടുത്ത് അല്ലെങ്കിൽ പൂജയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കാനുള്ളത്? ഇപ്പൊ എത്രയോ ഓട്ടിസം ബാധിച്ച മീൻസ് അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള പിള്ളേരെ അവോയ്ഡ് ചെയ്യുന്ന പേരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പൂച്ചനേക്കാളും പറയുന്നത് അമ്മയോടാണ്. കാരണം ഈ മോളെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കഴിവ് വളർത്തിയെടുത്ത് അത് അവരെ കൊണ്ടുവന്ന് ആക്കാനായിട്ട് ഇത്രയും എഫേർട്ട്, അത് അച്ഛനായാലും സോറി ട്ടോ, ഞാൻ അമ്മയുള്ളത് കാരണം പറയാം, ആ പേരൻസ് കാണിക്കുന്ന ആ എഫേർട്ടിലാണ് ആ കുട്ടിയുടെ സക്സസ്. അതിവിടെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഓഫ് ഫുള്ള് കൊടുക്കേണ്ടത് പേരൻസിനാണ്. അവർക്കാണ് എൻ്റെ ബിഗ് സല്യൂട്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്താണ് പെർഫോം ചെയ്യാൻ ഒരുക്കി വന്നിരിക്കുന്നത്? ഒരു സിനിമാ ഗാനം തന്നെയാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ ഹിമശൈല സൈകതൻ. ഞങ്ങൾ പൂജ ഒരു സെമി ക്ലാസിക്കൽ പാട്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അത് വിട്ടിട്ട് ഈ പാട്ട് തിരഞ്ഞെടുക്കാനൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, പൂജയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വല്യച്ഛനാണ്, എൻ്റെ ചേട്ടനാണ്. പൂജ തിരിച്ചും അങ്ങനെയായിരുന്നു. അപ്പോൾ വല്യച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, പൂജ പാടിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആണ് ഈ ഹിമശൈല സൈകത എന്ന് പറയുന്ന പാട്ട്. തന്നെയല്ല, അതിൻ്റെ സാഹിത്യം ഇവരുടെ ജീവിതവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹിത്യമാണ് അത്.